എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ മുടിയിൽ. മുടിയുടെ ലെങ്ത്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ടും നല്ലൊരു പാക്കാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണോളം ചെറുപയറും 1.5 ടേബിൾ സ്പൂണോളം ഉലുവയും ഇട്ടിട്ടുണ്ട്. ഓവർനൈറ്റ് നിങ്ങൾക്ക് കുതിരാൻ വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം തലയിലേക്ക് പുരട്ടി കൊടുക്കുക. അതല്ലേ നിങ്ങൾ രാവിലെ കുതിർത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ്. പേരയില നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹെയറിന്. അതുപോലെ കഞ്ഞിവെള്ളം ആയാലും മിക്ക പാക്കുകളും തയ്യാറാക്കുന്നത് ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ ഹെയറിന് നല്ല ഗുണങ്ങൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പാക്ക് ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹെയറിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞോട്ടെ, അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് നമ്മുടെ ഹെയറിൽ നിൽക്കും. ഉലുവയായതുകൊണ്ട് തന്നെ ഹെയറിൽ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് കട്ടിയായിട്ടാണുള്ളതെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരിയ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് പാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൊഴുത്ത രൂപത്തിൽ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ദോശയുടെ മാവൊക്കെ തയ്യാറാക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതാ അപ്പോൾ ആഴ്ചയിലൊരു ദിവസം നിങ്ങൾ ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഡാൻഡ്രഫ് പോകുമെന്ന് ചോദിച്ചാൽ ഡാൻഡ്രഫ് മൊത്തമായിട്ട് പോകില്ല. എനിക്ക് ഡാൻഡ്രഫ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉലുവയായതുകൊണ്ട് തന്നെ ചെറിയ സമയം വെച്ചാൽ മതിയാവും കേട്ടോ. ഉലുവ എന്ന് പറയുന്നത് തണുപ്പായതുകൊണ്ട് തന്നെ നീരിറക്കം വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം, ഇപ്പോൾ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റോളം വെക്കാം കേട്ടോ. നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 15 മിനിറ്റോളം വെച്ചാൽ മതിയാവും. ഒരു 10 മിനിറ്റോളം, അതായത് തലക്ക് പിടിക്കുന്നത് വരെ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയറിലെ കെട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഹെയറിൽ കെട്ടൊക്കെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഹെയറിൽ ഓൾറെഡി ഓയിലുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഹെയർ പാക്ക് ഹെയറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിത് 2 പോർഷനിലാക്കിയിട്ട് മുടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ ചെയ്തു തരുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ തനിച്ച് ചെയ്യുന്നതായതുകൊണ്ട് എല്ലാ സ്ഥലത്തും എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉലുവ ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് എല്ലാ സൈഡിലേക്കും എത്താൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നീരാറ്റിയ വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് അത് കുറച്ച് 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് കഴുകണമെന്നുണ്ടെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. കാരണം ഉലുവ ആയതുകൊണ്ട് തന്നെ മുടിയിൽ നിന്ന് പോകാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതാ കൈ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഹെയറിൻ്റെ ഉൾഭാഗത്തേക്ക് എത്താൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെറ്റിയുടെ അവിടെയൊക്കെ ആയിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് എന്തായാലും സൂപ്പറാണ്. അപ്പോൾ ഇതാ ഹെയറിൽ ചെറിയ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മുടി തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ പൊയ്ക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. റിസൾട്ട് തന്നെ അറിയിക്കാനും വിട്ടുപോകണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.